ഹായ് കൂട്ടുകാരെ, ഇന്ന് ഓഗസ്റ്റ് 15 നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 80ാമത്തെ വർഷമാണ് കേട്ടോ. ആ 80ാമത്തെ സ്വാതന്ത്ര്യദിനാഘോഷത്തിന് വേണ്ടി ഞാൻ സ്കൂളിലേക്ക് പോവുകയാണ്. പനമരത്തുള്ള വയൽ പുഞ്ചകൃഷിക്ക് വേണ്ടിയിട്ട്, പുഞ്ചയല്ല നഞ്ചകൃഷിക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇതിനു മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഏരിയ കാണുമ്പോൾ തന്നെ വളരെ സന്തോഷമാണ് കേട്ടോ, മനസ്സിന് എന്തെന്നറിയാത്തൊരു സന്തോഷം. പണ്ട് ഞാൻ എൻ്റെ ചെറുപ്പകാലത്തേക്ക് എന്നെ ഇത് കൂട്ടിക്കൊണ്ടു പോകുന്നു കേട്ടോ. അന്നൊക്കെ ഞാൻ വയലുകളിലൊക്കെ ഇങ്ങനെ പോയി കളിക്കുകയൊക്കെ ചെയ്യായിരുന്നു കൃഷിപ്പണിയോടനുബന്ധിച്ച്. അങ്ങനെ ആ സ്കൂളിലെത്തി. സ്കൂളിൽ ഇൻഡിപെൻഡൻസ് ഡേയുടെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. കുട്ടികൾ നാഷണൽ ഫ്ലാഗൊക്കെ പിടിച്ച് വളരെ സന്തോഷത്തോടു കൂടെ എല്ലാവരും ഫ്ലാഗ് ഹോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. ഇത് കാണുമ്പോഴൊക്കെ നമ്മുടെ കുട്ടിക്കാലത്തേക്ക് നമുക്ക് പോകാൻ തോന്നും അല്ലേ. ഒരു ഫ്ലാഗ് കിട്ടാതെ എത്ര വിഷമിച്ചിട്ടുണ്ടായിരുന്നു അന്നൊക്കെ. ഇന്ന് നമുക്കത് എന്താ പറയുക, സുലഭമായിട്ട് കിട്ടുന്നുണ്ട്. അങ്ങനെ കുട്ടികളെല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. ചുറ്റും നിൽക്കുന്നുണ്ട് ചെറിയ കുട്ടികൾ, LP കുട്ടികളുണ്ട്, UKG കുട്ടികളുണ്ട്, പിന്നെ UPയും ഹൈസ്കൂളും എല്ലാ കുട്ടികളും ഉണ്ട് കേട്ടോ. എല്ലാവരും നന്നായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. അങ്ങനെ ഫ്ലാഗ് ഹോസ്റ്റിംഗ് കഴിഞ്ഞ് ഞങ്ങളങ്ങനെ ഓഡിറ്റോറിയത്തിലേക്ക് കയറി. ഇനി കുറച്ച് പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആദ്യത്തെ പ്രോഗ്രാം വിസ്റ്റയുടേതാണ്. സ്റ്റാർട്ട് ചെയ്യുന്നതന്നെ വിസ്റ്റയുടെ പ്രോഗ്രാമാണ് കേട്ടോ. അടിപൊളിയായിട്ട്. ഞങ്ങളുടെ ഇൻഡിപെൻഡൻസ് ഡേയുടെ പേര് എന്ന് പറയുന്നത് ക്രസ് തിരങ്ക എന്നാണ് കേട്ടോ. ക്രസ് തിരങ്ക എന്നാണ് ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ പേര് കേട്ടോ. ഞങ്ങളുടെ സ്കൂളിലെ ഇൻഡിപെൻഡൻസ് ഡേ പ്രോഗ്രാമിൻ്റെ പേരാണിത്. അങ്ങനെ കുട്ടികളൊക്കെ വളരെ ആവേശത്തിലാണ് കേട്ടോ. എന്ത് നന്നായിട്ടാണ് ചെറിയ മക്കൾ ഡാൻസ് ചെയ്യുന്നതറിയോ. അത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. അതിനോട് ചുവട് വെച്ച് നമ്മുടെ മറ്റു കുട്ടികളും കൈയടിക്കുകയും ഡാൻസ് കളിക്കുകയും അതുപോലെ ഫ്ലാഗ് ഉയർത്തി കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അവരൊക്കെ ഭയങ്കര ഹാപ്പിയാണ് അക്കാര്യത്തിൽ, ഉഷാറായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് നേരമൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ എനിക്ക് ഡ്യൂട്ടി കിട്ടി, ഞാൻ ഡ്യൂട്ടി സ്ഥലത്തേക്ക് ഞാൻ പോയി. പിന്നെ കുറച്ചൊക്കെ ഇങ്ങനെ വീഡിയോസൊക്കെ വേറൊരു മിസ്സിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് പ്രോഗ്രാമിൻ്റെ വീഡിയോസൊക്കെ നമുക്ക് കിട്ടി. അത് വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്തത് കേട്ടോ. ഇനി നമ്മുടെ കുട്ടി എന്താ പറയുക, സമരസേനാനികളെ കാണാം കേട്ടോ. സ്വാതന്ത്ര്യ സമര സേനാനികളെയൊക്കെ കാണാം നമുക്ക്. അവർ എന്താ പറയുക, ഫാൻസി ഡ്രസ്സിൽ വന്നിട്ടുണ്ട്. എന്ത് രസമാണ് കാണാനല്ലേ. പഴശ്ശിരാജയൊക്കെ നോക്കിയിരിക്കുന്നത് എന്ത് ഭംഗിയാണ്. നോക്കി, ഇതാരാന്നറിയാമോ? ഇതൊന്ന് കമൻറ്റ് ചെയ്യണേ ആരാന്നറിയെങ്കിൽ. എല്ലാവരും ഉണ്ട്. നമ്മുടെ അംബേദ്കറും ഗാന്ധിജിയും സുഭാഷ് ചന്ദ്രബോസും എല്ലാവരും തന്നെ ഉണ്ട് കേട്ടോ. ഒരുപാട് ആളുകളുണ്ട് ഈ കൂട്ടത്തിൽ. അങ്ങനെ പിന്നെ കുട്ടികളുടെ ഗ്രൂപ്പ് സോങ് ഉണ്ടായിരുന്നു. അങ്ങനെ UP സെക്ഷനിൽ നിന്ന് ഗ്രൂപ്പ് സോങ് ഉണ്ട് കേട്ടോ. പിന്നെ എൻ്റെ സ്വന്തം മുത്തുമണീൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതാ സുന്ദരൻ നന്നായി വൃത്തിയായിട്ട് അടിപൊളിയായിട്ട് കളിക്കും. കുറേ നേരം മിസ്സേ ടെൻഷനാണെന്നൊക്കെ പറഞ്ഞ് എന്നോട് കുറേ പറഞ്ഞു കേട്ടോ. ഞാൻ പറഞ്ഞു സാരമില്ല, നീ കളിച്ചോ, ഒരു കുഴപ്പം ഉണ്ടാവില്ല. അപ്പോൾ പറഞ്ഞു ലാസ്റ്റ് ഞാൻ കുറച്ച് പഠിച്ചിട്ടില്ല മിസ്സേ, എന്താ തെറ്റിപ്പോകുമെന്ന് പേടിയുണ്ട്, എനിക്ക് ടെൻഷനാവുന്നുണ്ട്. ഞാൻ പറഞ്ഞു സാരമില്ല, കുഴപ്പമില്ല, കുറച്ച് തെറ്റിയെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, കണ്ണേറ് കിട്ടാതിരിക്കാൻ നല്ലതാണ്, നീ കയറി കളിച്ചോ, ധൈര്യമായിട്ട് കളിച്ചോന്ന് അവന് ഫുള്ള് സപ്പോർട്ട് കൊടുത്തു കേട്ടോ. ഇത് നമ്മുടെ എന്താ പറയുക, ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ, കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, നന്നായി ചെയ്യുന്നുണ്ട് മോന്. വളർന്നു വരുന്ന ഒരു ഡാൻസർ കൂടിയാണ് കേട്ടോ നമ്മളെ സമന്വയ്. മോൻ്റെ പേര് സമന്വയ് എന്നാണ് കേട്ടോ. അങ്ങനെ ആ ഡാൻസൊക്കെ അടിപൊളിയായി നമ്മൾ കണ്ടു എല്ലാവരും. റിനിഷ മിസ് ഞങ്ങളുടെ കോർഡിനേറ്റർ അതിനെ അനൗൺസ് ചെയ്തത് സ്പെഷ്യൽ പ്രോഗ്രാം എന്നാണ് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ടാണ് ഇതിനെ അനൗൺസ് ചെയ്തത്. അപ്പോൾ എല്ലാവരും ആവേശം നല്ല അടിപൊളിയായിട്ട് എല്ലാവരും കണ്ടു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ.